കാത്തുകാത്തിരുന്ന പരിശുദ്ധമായ നബിദിന രാവും പകലും നമ്മിലേക്ക് കടന്നു വരികയാണല്ലേ. അതും പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും നബിദിന രാവും ഒരുമിച്ച് ഈമാനുള്ള ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇരട്ടി മധുരമാണ്. അവൻ്റെ പ്രവൃത്തികളെല്ലാം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്ന രാവും പകലും, അതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ രാവും പകലും കൂടെ ക്ലബ്ബാകുമ്പോൾ മാഷാ അല്ലാഹ് എത്രമേൽ മനോഹരമാണത്. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, എന്തെല്ലാം ചെയ്താലും ഈ നബിദിന രാവിൽ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം ലഭിക്കാത്ത 6 വിഭാഗങ്ങളുണ്ട്. അവരിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ലല്ലോ. അത് ഏതൊക്കെയാണെന്ന് പഠിക്കണം. അതുമാത്രമല്ല, ഇന്നൊരു വമ്പൻ സ്വലാത്ത് ഞാൻ പറഞ്ഞുതരാം. അത്ഭുതമാണ് ഈ സ്വലാത്ത്. ഈ സ്വലാത്ത് വേറെ മാറ്റിയിട്ട് വേറെ സ്വലാത്ത് ചൊല്ലിയ മഹാന്മാരുടെ അടുക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ അത്ഭുത സ്വലാത്ത് തന്നെ ചൊല്ലണം, വേറൊന്നും ചൊല്ലണ്ട. അത്രമേൽ അത്ഭുതം നിറഞ്ഞ, ജീവിതം അടിപൊളിയാക്കുന്ന, ദാരിദ്ര്യത്തെ മാറ്റുന്ന, മുത്തുനബി ചേർത്ത് പിടിക്കുന്ന, മുത്തുനബി ഒരുമിച്ചിരിക്കുന്ന ആദ്യവിശിഷ്ടമായ സ്വലാത്ത് കൂടെ പഠിക്കണം. അങ്ങനെ ഈ നബിദിന രാവും പകലും നമുക്ക് അനുകൂലമാക്കി മാറ്റണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ ദിവസം നമുക്ക് മുത്തിൻ്റെ സ്വലാത്തിൽ 2 ബൈത്തിലങ്ങ് തുടങ്ങിയാലോ? طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت شمس أنت بدر أنت شمس أنت بدر أنت شمس أنت بدر أنت نور فوق نور أنت إكسير وغالي أنت مصباح الصدور لا إله إلا الله لا إله إلا الله ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഇങ്ങനെ ചൊല്ലുമ്പോൾ കൽബ് ഇങ്ങനെ വിങ്ങാണ് അല്ലേ, വല്ലാത്തൊരു ആനന്ദം കൊണ്ട്. പരിശുദ്ധമായ നബിദിന രാവും പകലും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊന്ന് റെഡിയാവണ്ടേ? നമ്മുടെ കൽബ് ശുദ്ധിയാകണം, നമ്മുടെ പരിസരം ശുദ്ധിയാകണം ഇല്ലേ? ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. മുത്തുനബിയുള്ള കൽബാണ്, മുത്തുനബിയുള്ള വീടാണ് എങ്കിൽ ആ വീടിനും ആ ഹൃദയത്തിനും വേറൊരു വെളിച്ചം വേണ്ട. അപ്പോൾ ആ വെളിച്ചത്തിൻ്റെ തിരുപ്പിറവിയാണ് നമ്മൾ ആഘോഷിക്കാൻ പോണത്. ഈമാനുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ആദ്യം പറയാം. 2 കാര്യങ്ങൾ ഇന്ന് നമ്മൾ പറയുന്നു എന്ന് പറഞ്ഞല്ലേ. ഒന്ന്, എന്തെല്ലാം ചെയ്താലും 6 വിഭാഗത്തിന് ഈ നബിദിനത്തിൻ്റെ മഹത്വം ലഭിക്കില്ല. മറ്റൊന്നെന്താ, ഈ രാവിലും പകലിലും ചൊല്ലാൻ പറ്റിയ ഏറ്റവും മഹത്തരമായൊരു സ്വലാത്തുണ്ട്, വല്ലാത്ത അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്ത്. ഈ സ്വലാത്ത് അത്ഭുതമാണെന്ന് വെറുതെ പറയല്ല, അള്ളാഹിൻ്റെ ഔലിയാക്കൾ പതിവാക്കിയ സ്വലാത്താണ്. ഈ സ്വലാത്ത് കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എത്ര വലിയ ദാരിദ്ര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിലും പടച്ചോൻ നിങ്ങളങ്ങ് പൊക്കിയെടുക്കും. അത്ര വിശിഷ്ടമായ സ്വലാത്ത്. ആദ്യം ഈ നബിദിനത്തിൻ്റെ പുണ്യമൊന്നും ലഭിക്കാത്ത 6 വിഭാഗത്തെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചാലോ? നമ്മളതിലുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ മാറിക്കോളും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തെ വിഭാഗം ഏതാ? ഒന്നാമത്തെ നമുക്കൊക്കെ അറിയാം, നമ്മുടെ മാതാപിതാക്കളെ പരിഗണിക്കാത്തവരാണ്. മാതാപിതാക്കളുടെ കുരുത്തക്കേട് മേടിച്ചോന് നബിദിനോ ഇല്ല, ഒന്നുമില്ല. അതിനിപ്പോൾ സ്വഹാബി ആണെങ്കിലും കണക്കാണ്. മഹാനായ സയ്യിദുന അൽഖമാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്കൊക്കെ അറിയാമല്ലോ അല്ലേ? അൽഖമാർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. വഫാത്തിൻ്റെ ഘട്ടം എത്തിയപ്പോൾ സ്വഹാബത്തെല്ലാവരും വട്ടം നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ. ഒരാൾ മരണാസന്നനായി കിടക്കുമ്പോൾ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പതിയെ ചൊല്ലിക്കൊടുക്കണം. അവിടെ ദിക്ർ ഹൽക്ക നടത്തി കളയരുത്, ഒച്ചപ്പാടുണ്ടാക്കിയിട്ട്. പതിയെ ഒരാൾ ചൊല്ലു പറയാൻ പാടില്ല, പതിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക. പക്ഷെ അൽഖമ ചൊല്ലുന്നില്ല റളിയല്ലാഹു അൻഹു.
സ്വഹാബത്തെല്ലാം വല്ലാത്ത സങ്കടത്തിലായി. മുത്തുനബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽക്കമ ഷഹാദത്ത് ചൊല്ലുന്നില്ല നബിയേ. ഹബീബായ തങ്ങൾ അൽക്കമ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അന്വേഷിച്ചു. ആർക്കും ഒരു കുറ്റവും പറയാനില്ല, ആൾ പക്കയാണ്. അവസാനം മുത്തുനബി തങ്ങൾ അൽക്കമ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെ ഉമ്മ ഉണ്ട്. ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ എന്താ നിങ്ങളുടെ മോനെക്കുറിച്ച് അഭിപ്രായം? നബി, എൻ്റെ മോൻ നല്ല മോനായിരുന്നു, പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴേ കെട്ടിയോക്കടെ വാക്ക് കേട്ടിട്ട് എന്നെ ഒന്ന് വേദനിപ്പിച്ചു. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ടൊന്ന് പ്രയാസപ്പെട്ടിട്ടുണ്ട് നബിയേ. അതാണ് കാരണം. അതായത് ഉമ്മ പ്രയാസപ്പെട്ടപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ പറ്റണില്ല. അല്ലാഹ് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഹബീബായ തങ്ങൾ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ കുറച്ച് വിറക് കൂട്ടിയിട്ടെ, നമുക്ക് മോനെ അങ്ങോട്ട് കത്തിക്കാം. സ്വഹാബത്തിനോട് പറയാം, സ്വഹാബ കുറച്ച് വിറക് കൂട്ടിയിട്ടിട്ട് അലക്കമയം കത്തിച്ച് കളയുമെന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, യാ റസൂലല്ലാഹ് എൻ്റെ മോൻ അങ്ങനെ ചെയ്യരുത്. അതായത് ഉമ്മാടെ പൊരുത്തം കിട്ടാതെ മരിക്കുന്നതിലേറെ നല്ലത്, അങ്ങനെ നരകം കിട്ടി ഇവിടെ കിടന്ന് ഇടങ്ങേറായി മരിക്കുന്നതിലേറെ നല്ലത് ഈ തീയിൽ വീട് മരിക്കലാണെന്നാണ്. ഏതുമ്മാക്ക് അത് സഹിക്കാൻ പറ്റുക? അതൊരു ഹിക്മത്തും കൂടെ ആയിരിക്കണം മുത്തുനബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുമ്മാക്ക് അത് സഹിക്കാൻ പറ്റുക? യാ റസൂലല്ലാഹ് എൻ്റെ മോന് ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് നബിയെ. അത് പറയേണ്ട സെക്കൻഡിൽ അവിടെ അൽക്കമ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് ചൊല്ലി സുഖമായിട്ടങ്ങ് മരിച്ചു പോവാണ്. എന്നാലോചിക്കുക, അപ്പോൾ എത്ര വലിയ സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും ഉമ്മാടെ പൊരുത്തല്ലേ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ഈ പരിശുദ്ധമായ രാവും പകലും മാതാപിതാക്കൾ വെറുപ്പിച്ചുകൊണ്ടിരിക്കണവരാണെങ്കിൽ നിങ്ങൾ എത്ര മൗലിദും സ്വലാത്തും ദിക്റും തസ്ബീഹും എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എന്ത് സ്വതക്ക് ചെയ്തിട്ടും കാര്യമില്ല. അവരുടെ പൊരുത്തം വാങ്ങണം, അത് അത്യാവശ്യമാണ്. പിന്നെ മാതാപിതാക്കളുടെ മാത്രമല്ല, അമ്മായിയമ്മയും മരുമകളൊക്കെ നന്നാവണം കേട്ടോ. അമ്മായിയമ്മ ഉമ്മയാണ്, മരുമകൾ മകളാണ്. ഞാൻ മുമ്പ് പറഞ്ഞൊരു പ്രസംഗം ഭയങ്കര വിവാദമായിരുന്നു, നിങ്ങളോടൊന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇപ്പോഴും അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആളുകളൊന്ന് പിന്നെയും ചീത്ത വിളിക്കുകയാണ്. എടോ, മരുമക്കളുടെ ബാധ്യതയല്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മരുമക്കൾ നോക്കണ്ടെന്നല്ല, മക്കൾക്കാണ് ബാധ്യത. അതായത് ഏതെങ്കിലുമൊക്കെ ഒരു മരുമോൾ വരുമ്പോൾ ആ മരുമോൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ തീരെ തിരിഞ്ഞു നോക്കാത്ത എന്തോരം മക്കളാ അല്ലേ? ആ മരുമക്കാണെങ്കിൽ സ്വന്തം ഉമ്മാരുടെ അടുത്തുനിന്ന് പോകാൻ പോലും കിട്ടിയും വിടൂല, അവൻ്റെ ഉമ്മാനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഉമ്മാനെ നോക്കേണ്ടത് നമ്മളാണ്, ബാക്കി മരുമകൾ ചെയ്യുന്നത് സേവനാണ് അല്ലേ? ആ മരുമകൾ ചെയ്യുന്നത് അവളുടെ നല്ല മനസ്സാണ്, ചെയ്യേണ്ടെന്നല്ല അവൾ ചെയ്യണം. പക്ഷേ ബാധ്യത മക്കൾക്കാണ്. മക്കൾ തട്ടിക്കളിക്കല്ലേ കേട്ടോ. ഇനി അമ്മായിമ്മമാരും അവൾ വേറൊരു വീട്ടിൽ നിന്ന് വന്നവളാ അല്ലേ, വേറൊരു വീട്ടിൽ നിന്ന് വന്ന പെണ്ണാ. അപ്പോൾ ഞാനാണ് അവളെ കൂടുതൽ സ്നേഹിക്കേണ്ടത്, കൂടുതൽ പരിഗണിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തം മോളെപ്പോലെ ഒന്ന് കണ്ടു നോക്കി, എന്ത് രസമായിരിക്കും ആ ജീവിതം. അങ്ങനെ പരസ്പരം പരിഗണിക്കാത്തവർക്ക്, അങ്ങനെ പിണങ്ങി നിൽക്കുന്ന ആളുകൾക്ക് നബിദിനെന്നല്ല ഒരു നല്ല ദിനത്തിൻ്റെ പ്രതിഫലവും ലഭിക്കില്ല എന്നാണ്. ഇനി രണ്ടാമത്തത്, കുടുംബബന്ധം മുറിച്ചവർക്ക് ഒരു നന്മ ഉണ്ടാവില്ല. മുത്തുനബി തിരിഞ്ഞു നോക്കൂല കേട്ടോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ കുടുംബബന്ധം മുറിച്ചവൻ ഇരിക്കാൻ പാടില്ല എന്നാണ്. കാരണം ദുആക്ക് ഉത്തരമില്ല. ഏത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരക്കുമ്പോൾ കുടുംബബന്ധം മുറിച്ചവൻ അവിടെ ഉണ്ടെങ്കിൽ ആ ദുആയിനെ തടസ്സാണെന്നാണ്. സുബ്ഹാനക യാ റബ്ബ്. കുടുംബബന്ധം ഭയങ്കര ഡേഞ്ചറസ് ആണ്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇന്നിപ്പോൾ അത്യാവശ്യമായതുകൊണ്ട് ഒന്നുകൂടെ ഉണർത്തുകയാണ്. നമ്മുടെ ബന്ധങ്ങളൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാവണം. അള്ളാഹ്ക്ക് വേണ്ടി ആകുന്നില്ല നമ്മുടെ ബന്ധങ്ങൾ. അതൊക്കെയാണ് ഈ പ്രശ്നത്തിൻ്റെ കാരണം. ഞാൻ അങ്ങനെയൊക്കെ മിണ്ടിയിട്ട് അവൻ എന്നോട് ചെയ്തില്ലല്ലോ. എടോ, നീ മിണ്ടുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാവണം, നീ കൊടുക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാകണം. അപ്പോൾ പരാതി ഉണ്ടാവില്ല. ഞാൻ അവൻ്റെ മോക്കടെ കല്യാണത്തിന് 5000 കൊടുത്തു, എന്നിട്ട് അവൻ എനിക്ക് തന്നേക്കണത് 500 രൂപ. എടാ, നീ കൊടുത്തത് അവന് വേണ്ടിയായിപ്പോയി, മനസ്സിലായോ? നീ അതിൻ്റെ കുറിയിൽ ചേർന്ന പോലെയാണ് കൊണ്ടുപോയി പൈസ കൊടുത്തത്. അങ്ങനെയല്ല, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കണം. ലൈസൽ വാസുലു ബിൽ മുക്കാഫ്. കൊടുത്തത് തിരിച്ചു കിട്ടലല്ല കുടുംബബന്ധം ചേർക്കൽ. ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കലാണ്, ഒന്നും പ്രതീക്ഷിക്കാതെ പരിഗണിക്കലാണ്. അള്ളാഹുവിൽ മാത്രം ലക്ഷ്യം വെച്ച് കുടുംബബന്ധം ചേർത്ത് നോക്കിക്കേ. ഞാൻ വിളിച്ചിട്ട് എന്നോട് സലാം പോലും പറഞ്ഞില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല. അവർ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും, സലാം പറഞ്ഞാലും മടക്കിയില്ലെങ്കിലും അതൊന്നും നമ്മളെ ബാധിക്കൂല. കാരണം നാം കുടുംബബന്ധം ചേർത്തത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ കുടുംബബന്ധം അർശിൻ്റെ ചുവട്ടിലിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണെന്നുള്ള ഹദീസ് നമുക്കറിയാം അല്ലേ? എന്താ അവിടെ കിടന്നത്? ദ്വാരക്കണത് മൻ വസ്വലനി വസ്വലഹുല്ല. പടച്ചോനെ, എന്നെ ചേർക്കണവനെ നീ ചേർക്കണേ അല്ല, എന്നെ മുറിക്കണവനെ നീ നശിപ്പിക്കണേ അല്ല. അള്ളാൻ്റെ അർശിൻ്റെ ചോട്ടിൽ കിടന്നിട്ട് കുടുംബബന്ധം ദ്വാരക്കൂന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, മുത്തുനബിയുടെ തിരുനോട്ടത്തിന് കുടുംബബന്ധം മുറിച്ചവന് കിട്ടൂല. അപ്പോൾ സൂക്ഷിക്കണം, അള്ളാഹു കാവൽ നൽകട്ടെ. ഇനി മൂന്നാമത്തത്, അകാരണമായി പിണങ്ങി നിൽക്കുന്നവർ. അള്ളാഹ്ക്ക് വേണ്ടി പിണങ്ങി നിൽക്കലുണ്ട്, അതല്ല. ഇതൊരു കാരണമില്ലാതെ കുടുംബമാകട്ടെ അയൽപക്കത്താകട്ടെ എല്ലാവരും വെറുപ്പിച്ച് വെറുതെ ഇങ്ങ് പിണങ്ങി നിൽക്കുക. അത് അയൽപക്കത്തെ ഹിന്ദുവിനോടാണെങ്കിലും അങ്ങനെ പിണങ്ങി നിൽക്കുന്നവനിലേക്ക് മുത്തുനബി നോക്കൂല. അയൽവാസിയെ വെറുപ്പിച്ചവനിലേക്ക് മുത്തുനബി നോക്കൂല. കൂട്ടുകാരെ വെറുപ്പിച്ചവനിലേക്ക് മുത്തുനബി നോക്കൂല. അവിടെ എന്ത് സ്വലാത്തിലിട്ടും കാര്യമില്ല. എനിക്ക് കൂലി മാത്രം കിട്ടിയാൽ മതിയോ? മുത്തുനബിയെ വേണ്ടേ? മുത്തുനബിയെ വേണമെങ്കിൽ ഈ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കണം. ഇനി നാലാമത്തത്, മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാത്തവൻ എന്തായാലും ഇല്ല അല്ലേ? ലാ യുഅ്മിനു അഹദുക്കും. നിങ്ങളിൽ ആരും തന്നെ സത്യവിശ്വാസിയാവൂല അല്ലേ?
എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നത് വരെ മിൻ വാലിദിഹി വവുൽദിഹി വന്നാസി അജ്മഈൻ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ലോകത്തുള്ള മുഴുവനേക്കാളും നിങ്ങളെക്കാൾ തന്നെ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവില്ല. അപ്പോൾ നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമില്ല, പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഈ നബിദിനത്തിൻ്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടൂല. ഇപ്പോൾ പുത്തൻവാദികളായ ആളുകൾ, അവർക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമൊന്നുമില്ല, പറച്ചിൽ മാത്രമേ ഉള്ളൂ, അവർക്കിതിൻ്റെ പുണ്യമൊന്നും കിട്ടൂല, ഇത് ആസ്വദിക്കാനും തൗഫീഖ് കിട്ടൂല. അപ്പോൾ എത്ര വലിയ അപകടത്തിലാണ് അവരുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു വെള്ളപ്പൊക്കത്തിലൊരു ഉമ്മ കുഞ്ഞിനെ കൈ പിടിച്ചിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരികയാണ്. ഉമ്മ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരാൻ, അപ്പോഴും വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നു. വെള്ളം പൊങ്ങി വരുന്നതോറും കുഞ്ഞിനെ ഉയർത്തി ഇവിടം വരെ എത്തി. അപ്പോൾ ഉമ്മാടെ ഇവിടെ വരെ വെള്ളമെത്തി. പയ്യെ മൂക്കിന് മേലോട്ട് കയറി തുടങ്ങി. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ശ്വാസം കിട്ടണില്ല. ഉമ്മായല്ല ആരാണെങ്കിലും കുഞ്ഞിൻ്റെ പിടുത്തം വിട്ട് സ്വന്തം ശ്വസിക്കാൻ നോക്കും. അപ്പോൾ സ്വന്തത്തെ രക്ഷിക്കാൻ നിങ്ങൾ നോക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് ആരോടെ ഇഷ്ടം? കുഞ്ഞിനേക്കാൾ ഇഷ്ടം സ്വന്തത്തോടാണ്. ആ സ്വന്തത്തേക്കാൾ ആരെ സ്നേഹിക്കണം? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്നേഹം വരുന്നത് വരെ നിങ്ങൾ മുഅ്മിനല്ല മക്കളെ. മനസ്സിലായോ? ഒറ്റടിക്കൊന്നും പറ്റൂല. പരിശ്രമിക്കണം. മദ്ഹ് കൊണ്ട്, സ്വലാത്ത് കൊണ്ട്, പ്രണയം കൊണ്ട് കൽബിനെ നിറയ്ക്കണം. അപ്പോൾ വരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് ഒരു വിഭാഗം. സ്നേഹിച്ചില്ല അവർക്കൊന്നുമില്ല. ഇനി അഞ്ചാമത്തേത് എന്താ? സുന്നത്ത് മാത്രം മതി, അതാണ് സ്നേഹം എന്ന് പറയുന്നവന്മാർക്കും നബിദിനമില്ല. ചില ആൾക്കാരുണ്ടെന്ന് അങ്ങനെ, അത് താടി വളർത്തിയാൽ മതി, അതാണ് സ്നേഹം, അല്ലാണ്ട് മൗലിദും വേണ്ട, സ്വലാത്തും വേണ്ട, ഒന്നും വേണ്ട, ഒരൊറ്റ അടി കൊടുക്കണം ബുദ്ധിയില്ലാത്തവന്മാർ അല്ലേ. അങ്ങനെയുണ്ടോ ഒരു സ്നേഹം? എനിക്ക് മെസ്സിനെ ഇഷ്ടമല്ല, പക്ഷേ മെസ്സിയുടെ ഹെയർ കട്ട് അടിപൊളിയാണ്, അങ്ങനെ പറയുമായിരിക്കും ഇല്ല. എടോ, എനിക്ക് ആ ആരാധനാപാത്രത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവരുടെ ഹെയർ കട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത് എന്ന് ചില കുട്ടികൾ പറയൂലേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിലേ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവിടുത്തെ സുന്നത്തുകളെ അനുധാവനം ചെയ്യാൻ പറ്റുള്ളൂ. കേവലം താടി വെച്ചാലും സുന്നത്താവൂല മോനെ. മുത്തുനബിയെ സ്നേഹിക്കണം. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. എന്നെ ഓൾറെഡി സ്നേഹിച്ചുകൊണ്ട് എൻ്റെ സുന്നത്തെടുക്കുന്നവൻ കാന മഈ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ എന്നോടൊപ്പം ഉണ്ടാവും. അപ്പോൾ സ്വർഗ്ഗം കിട്ടലൊന്നുമല്ല താടി വെക്കലിൻ്റെ ലക്ഷ്യം, മുത്തുനബിയെ കിട്ടലാണ്. അതാണ് വരുന്നത്. സ്വർഗ്ഗം കിട്ടലൊന്നുമല്ല, മുത്തുനബിയെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് സ്വഹാബത്തൊക്കെ പാടുപെട്ടത്. സ്വർഗ്ഗം കിട്ടാനൊന്നുമല്ല. അവർക്ക് സ്വർഗ്ഗത്തിൽ ഏതെങ്കിലും ഒരു മൂലപ്പോയാൽ അവരത് ബാധിക്കണ വിഷയമല്ല. അവർ പറയാ, നബിയെ സ്വർഗ്ഗത്തിലാണെങ്കിലും അങ്ങയെ കാണാൻ പറ്റൂലല്ലോ യാ റസൂലല്ലാഹ്, മുത്തുനബിയുടെ നൂറെ മുഹമ്മദ് ആസ്വദിച്ചവർക്കിരിക്കണം. അതിനാണ് അവർ പ്രയത്നിച്ചതൊക്കെ. നമ്മൾ സ്വലാത്തിലാണ് എന്തിനാ? കൂലിയിട്ടാൻ. എന്നാൽ സ്വഹാബത്ത് അങ്ങനെയല്ല ചൊല്ലിയത്, അവർക്ക് മുത്തുനബിയെ കിട്ടാനാണ് സ്വലാത്ത് ചൊല്ലിയത്. അപ്പോൾ കേവലം സുന്നത്ത് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല, സ്നേഹിച്ചുകൊണ്ട് സുന്നത്ത് ചെയ്യണം, അതിനാണ് വാല്യൂ ഉള്ളത്. അപ്പോൾ സ്നേഹമില്ലാതെ വെറുതെ സുന്നത്ത് ചെയ്താൽ മതി എന്ന് പറയണവന്മാർക്കും നബിദിനം കിട്ടൂല. ഇനി ആറാമത്തേത്, സുന്നത്തുകളെ പുച്ഛത്തോടെ കാണുന്നവർ. ചില ആൾക്കാരുണ്ട് സ്നേഹിച്ചുകൊണ്ട് സുന്നത്ത് ചെയ്യണം എന്ന് പറയും. അപ്പോൾ സുന്നത്തിൻ്റെ വാല്യൂ എത്രയാണ്? ചില ആൾക്കാരുണ്ട് സ്നേഹം മതി സുന്നത്ത് വേണ്ട. അങ്ങനെയുണ്ടോ ഒരു സുന്നത്ത്? അങ്ങനെയുണ്ടോ ഒരു സ്നേഹം? നമുക്ക് യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്നേഹിച്ചുകൊണ്ട് ആ സുന്നത്തിനെ അനുധാവനം ചെയ്യും. താടി വെക്കണവരെ കാണുമ്പോൾ ഒരു പുച്ഛം, ഈ നൂറ്റാണ്ടിലും താടി ഇല്ലേ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് സുന്നത്തുകൾ ഇങ്ങനെ വിരലിങ്ങനെ നാവ് കൊണ്ട് ഇങ്ങനെ നക്കിയെടുക്കുന്നത് കാണുമ്പോൾ ഈ നൂറ്റാണ്ടിൽ ഇങ്ങനത്തവൻ തൊപ്പി വെച്ച് ഏതെങ്കിലും എടുത്ത് കാണും, ദേടാ മൊല്ലാക്ക പോണം കളിയാക്കുക. യുവന്മാർക്കും കിട്ടൂല നബിദിനം. കാരണം ഇവർ പരിഹസിച്ചത് മുത്തിൻ്റെ സുന്നത്തിനെയാണ്. ഇനിയൊരു കാര്യം കൂടെ പറയട്ടെ, അങ്ങനെ പരിഹസിക്കുന്നൊരു കോലാണ് നിക്കാഹ്. കല്യാണത്തിൻ്റെ പേര്, കല്യാണം അന്നിക്കാഹുബിൻ സുന്നത്തി, നിക്കാഹിൻ്റെ സുന്നത്തിൽ പെട്ടതാണ്. ആ സുന്നത്തിൻ്റെ പേരിൽ നടത്തുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണ്? എനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്റ്റാറ്റസുകൾ ചിലരുടെ കാണുന്നുണ്ട്. ഇന്നലെ ഞാൻ കണ്ട് അരികുത്ത്. ഇടയ്ക്ക് കുറച്ചായിട്ടുള്ള എനിക്ക് അങ്ങനെ ഒരു പേര്, അരികുത്ത്. എന്തരിയാണ് അവൾ കുത്തണത്? മണവാട്ടിയുടെ വേഷത്തിൽ നിന്ന് ഒരു ഉരലും ഒലക്കെടുത്ത് കയ്യിലൊരു റേഡിയോ ഉണ്ട്, എന്നിട്ട് ഇങ്ങനെ കുത്തുക. യാ റബ്ബി, അരികുത്ത്. ഓരോരോ പുതിയ വൃത്തികെട്ട ആചാരങ്ങൾ കടമെടുത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആ മനോഹരമായ വിവാഹമെന്ന കാഴ്ചപ്പാടിനെ നശിപ്പിക്കുക. ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലുണ്ടായിട്ടുണ്ടോ അരികുത്ത്? കാർന്നോന്മാർ കൊണ്ട് അരിയൊക്കെ കുത്തിയിട്ടുണ്ട് അല്ലേ. ശരിക്കും ഇങ്ങനെ അരി കുത്തണവളുമാരെ കല്യാണം കഴിച്ച് പോണ വീട്ടിൽ നിന്ന് മിക്സിയും അതുപോലെ ഗ്രൈൻഡറൊക്കെ എടുത്ത് കളയാം. എന്നിട്ട് അവളോട്, നീ ഏതായാലും അരി കുത്തണമല്ലേ, ഇനി അമ്മിയിലങ്ങ് അരക്ക്. അരി കുത്താൻ കൊതിച്ച് പോവുകയാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോരോ അനാവശ്യ അനാചാരങ്ങൾ. അതല്ലാ. പിന്നെ ബാക്കിയുള്ളൊന്നും പറയണ്ടല്ലോ, പച്ചക്കല്യാണം, മഞ്ഞക്കല്യാണം, പിന്നെ മറ്റേ മയ്യത്തുകൊണ്ടൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ അതായത് നിശ്ചയമൊക്കെ ഉണ്ടായിരുന്നു, ഓരോ പേരുകളുണ്ട്. കല്യാണത്തിന് മുമ്പ് നിശ്ചയം, ഓക്കെ, അത് കുഴപ്പമില്ല, നമുക്ക് സഹിക്കാൻ നോക്കാം. നിശ്ചയം ഇപ്പോൾ പേര് മാറി, പേരെന്താ? മിഠായി കൊടുക്കൽ. മിഠായി കൊടുക്കൽ. കല്യാണത്തിന് മുമ്പ് ഇവൻ പോയി ഇങ്ങനെ മിഠായി കൊടുക്കും. ഇപ്പോൾ പെണ്ണിങ്ങനെ നാണിച്ച് നിൽക്കും. അപ്പോൾ മുഖത്തോട്ട് നോക്കുമ്പോൾ പെണ്ണിനെ നാണം, അവളൊന്നും കണ്ടിട്ടില്ല, വല്ലാത്തൊരു മുത്തുമണി തന്നെയാണ്. അതുകൊണ്ട് ചെക്കനിങ്ങനെ മിഠായി കൊടുക്കുമ്പോൾ അവൻ്റെ സ്വന്തം ഭാര്യ പോലായിട്ടില്ല, അതിനുമ്പോൾ അവനിങ്ങനെ കൈ കൊടുക്കും. ഇപ്പോൾ പെണ്ണിന് തൊടുമ്പോൾ തന്നെ സ്പാർക്ക്, നാണം. അന്യപുരുഷനെ തൊട്ടു. ഇവിടെ ആരെയും തൊട്ടിട്ടില്ല, ഇതുവരെ ആരെയും തൊട്ടിട്ടില്ല. അവൾ ഭയങ്കര മുത്തൊക്കെ ഔലിയമ്മയാണ്. എന്താണെന്ന് ആലോചിക്കും.
പറയണ്ടെന്ന് കരുതിയതാണ്. പക്ഷെ ഒന്ന് ആലോചിക്കേ. എന്നിട്ട് മറ്റേ മലേഷ്യയിലെ ഏതോ ഭാര്യ ഭർത്താക്കന്മാരായ ആളുകൾ നിക്കാഹ് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ തൊടുന്നൊരു സീക്വൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ തൊടുമ്പോൾ ആ പെണ്ണ് നാണം കൊണ്ട് കരഞ്ഞിട്ട് ഭർത്താവിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നൊരു സീൻ, അതൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതുള്ളതാണ്. ഇപ്പോൾ ഇവക്ക് അതുപോലെ ഇങ്ങനെ എക്സ്പ്രഷൻ ഇടുകയാണ്. ഏത് കല്യാണം കഴിഞ്ഞിട്ടില്ല, ഏതൊരു അന്യനായ പയ്യൻ വന്ന് ഇവരെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന പയ്യൻ മിഠായും കൊണ്ട് വന്നിട്ട് ഇവളിങ്ങനെ തൊടുമ്പോൾ ഇവള് നാണം. എന്നിട്ട് പിന്നെ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ എന്തോ ശരിയല്ല ശരിക്കും വരേണ്ടത് അല്ലേ. അള്ളാഹു നന്നാക്കട്ടെ ഈ സമുദായത്തെ. മിഠായി കൊടുക്കല അത്രേ. കല്യാണം കഴിഞ്ഞിട്ട് നീ മിഠായിയോ എന്ത് വേണമെങ്കിലും കൊടുത്തോ. ഈ മിഠായി കൊടുക്കലൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലമെങ്കിലും കണ്ടാൽ മതിയായിരുന്നു കേട്ടോ. പിന്നെ മിഠായി ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു ബോധം തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ സമാധാനം വേണോ, കല്യാണത്തെ അനാദരിക്കരുത്. കാരണം അത് മുത്തുനബിയുടെ സുന്നത്താണ്. അപ്പോൾ ഈ കല്യാണം എന്ന സുന്നത്തിനെ കളിയാക്കണവനും, കല്യാണം എന്ന് മാത്രമല്ല സുന്നത്തുകളെ കളിയാക്കുന്നവന്, പരിഹസിക്കുന്നവന്, അതായത് ഈ പേക്കൂത്ത് കാണിക്കുന്നവനും നബിദിനം കിട്ടൂല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് തൗബ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ 6 വിഭാഗത്തിൽപ്പെട്ടവരാണോ ഇന്ന് തന്നെ തൗബ ചെയ്ത് കാര്യങ്ങൾ ക്ലിയർ ആക്കിയേക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി നമുക്ക് ഇന്ന് വിശിഷ്ടമായ രാവ് കടന്നു വരുമ്പോൾ അതിമനോഹരമായൊരു സ്വലാത്ത് പഠിക്കണ്ടേ. അതിനുമൊരു കാര്യം പറയട്ടെ, നമ്മുടെ രാത്രി 7:15 മജ്ലിസിൽ എല്ലാവരും പങ്കെടുക്കുന്നില്ല കേട്ടോ. ഇന്നലത്തെ മജ്ലിസൊക്കെ വളരെ നമ്മൾ കഷ്ടപ്പെട്ടാണ് ആ വീഡിയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ മജ്ലിസിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം. പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ആ മൗലിദ് ചൊല്ലിയിട്ട് ആ ദുആയിൽ പങ്കെടുത്തേക്കണം. ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാത്രി 7:15 മജ്ലിസ് നബിദിന രാവും വെള്ളിയാഴ്ച രാവും. ആയിവ എന്ത് രസമാണതല്ലേ. നബിദിന രാവും വെള്ളിയാഴ്ച രാവും കൂടി ഒരുമിച്ച് ചേരുന്ന മനോഹരമായ നിമിഷമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ കൃത്യം 7:15 നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കണം. എല്ലാവരും പങ്കെടുക്കണം കേട്ടോ, മാറി നിൽക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ആ പാവപ്പെട്ട ഒരു ഉസ്താദിൻ്റെ കാര്യം പറഞ്ഞു. പാവം കടം കൊണ്ട് വലയുന്ന, സ്വന്തമായൊരു വീട് സ്ഥലം ഒന്നുമില്ലാത്ത പ്രയാസപ്പെടുന്നൊരു മനുഷ്യൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ അദ്ദേഹത്തിന് രക്ഷ കൊടുക്കട്ടെ. അദ്ദേഹത്തെ സഹായിക്കുന്ന നമുക്കും അല്ലാഹു രക്ഷ തരട്ടെ. അതൊക്കെ ഏറ്റെടുക്കുക. ഇന്നത്തെ രാവും നാളത്തെ പകലും ഒക്കെ മനോഹരാക്കി തീർക്കുക. അതുപോലെ നമ്മുടെ 1 കോടി സ്വലാത്ത് നമുക്ക് മുത്തുനബിയിലേക്ക് നാളെ രാവിലെ സമ്മാനമായിട്ട് കൊടുക്കണം. നിങ്ങളൊക്കെ തയ്യാറല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ കാലത്ത് കൃത്യം 10 മണിക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യും. അതിൻ്റെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് കമൻറ്റ് ആദ്യം മറ്റേ നമ്മുടെ പരിപാടിയുടെ ലിങ്ക് ആയിരിക്കും, അതിൻ്റെ താഴെ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലില്ലാത്ത സ്ത്രീകൾക്ക് മാത്രമുള്ള ഗ്രൂപ്പാട്ടോ എപ്പോഴും ഞാൻ പറയാറുണ്ടത്. ഞാൻ പോലും ആ ഗ്രൂപ്പുകളിലില്ലേ, സ്ത്രീകളാണത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ലിങ്കിൽ കയറിയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നേരത്തെ കയറിയവർ വേറെ ഗ്രൂപ്പിൽ കയറരുത് കേട്ടോ. എന്നിട്ട് നമ്മളിന്ന് രാവിലെ 10 മണിക്ക് ഇൻഷാല്ലാ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾ ചൊല്ലിയ സ്വലാത്തിൻ്റെ എണ്ണം അറിയിക്കുക. പിന്നെ ദുആ വസിയത്ത് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട്, ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ രോഗത്തിൻ്റെ മറ്റത് അങ്ങനെ അങ്ങോട്ട് പോകാതെ ഭർത്താവിൻ്റെ രോഗം ശിഫയാകാൻ സിമ്പിൾ, എന്നിട്ട് ആ സ്വലാത്തിൻ്റെ എണ്ണം അറിയിക്കുക കേട്ടോ. അങ്ങനെ ഒന്ന് ഇൻഷാല്ലാ കൃത്യം 10 മണി മുതൽ ഒരു 10:20 വരെ 20 മിനിറ്റ് മതി. അപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് വസിയത്തുകൾ വരും. ഏതായാലും ഇപ്പോൾ രഹസ്യമായിട്ടൊക്കെ കുറേ ആളുകൾ നമുക്ക് സ്വലാത്തിൻ്റെ എണ്ണം ഇട്ടത് എന്ന് തന്നെ നമുക്ക് ഏതാണ്ട് 50 ലക്ഷം കവിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ മജ്ലിസ് എപ്പോഴാണ്? നാളെ രാവിലെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഷാല്ലാ സ്വഭാവ ലെയർ 6 മണിക്കാണെങ്കിൽ നമുക്ക് 5:30 നാളെ സ്വഭാവ ലെയർ ഇല്ല, അതിന് പകരം 5:30 മണിക്ക് ഈ മജ്ലിസ് നമുക്ക് നടത്തണം. മുത്ത് ഹബീബിൻ്റെ ഹദറത്തിലേക്ക് അൽഹംദുലില്ലാ 1 കോടി സ്വലാത്ത് സമ്മാനമായിട്ട് കൊടുക്കണം. പിന്നെ 1 ലക്ഷം വീതം സ്വലാത്ത് ചൊല്ലിയവരിൽ നിന്ന് നറുക്കിട്ട് ഒരാൾക്ക് നമ്മൾ സ്വർണ്ണ നാണയം കൊടുക്കും. അത് ഇൻഷാല്ലാ റബീഉൽ അവ്വൽ 30-ന് ശേഷം 30 ദിവസവും രാത്രി നമ്മുടെ മജ്ലിസ് ഉണ്ടാവും. 7:15 പങ്കെടുക്കണം കേട്ടോ. റബീഉൽ അവ്വൽ 12 കൊണ്ട് തീരുന്നതല്ല. പിന്നെ രാവിലെ നമ്മുടെ സ്വഭാവ ലെയറൊക്കെ ഉണ്ടാവും. എല്ലാത്തിലും പങ്കെടുക്കുക. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു അത്ഭുത സ്വലാത്ത് പഠിപ്പിച്ചു തരട്ടെ. ഇതൊരു വല്ലാത്ത സ്വലാത്താണ് അല്ലേ. ഈ സ്വലാത്തിൻ്റെ പേര് നമുക്കറിയാം, സ്വലാത്തുൽ ഫാത്തിഹ് എന്നാണ്. നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്ന അതിവിശിഷ്ടമായ സ്വലാത്താണ്. ഈ സ്വലാത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണിയാൽ തീരാത്തത്ര മഹത്വങ്ങളുണ്ട്. ഇന്ന് ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല. മഹാനായ സയ്യിദി അലവി അൽ മാലിക്കി അൽ മക്കി റഹിമഹുല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രം വഫാത്തായി പോയ മഹാനാണ് അലവി മാലിക്കി തങ്ങൾ. പരിശുദ്ധമായ ഹറമിൽ ദറസ് നടത്തിയിരുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ വലിയ മഹാനായ പണ്ഡിതനാണ്. ആ മഹാൻ ഹറമിൽ നിന്ന് എങ്ങോടെങ്കിലും യാത്ര പോകുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൗളയിൽ നിന്ന് അനുവാദം കൊടുത്തെങ്കിലേ യാത്ര പോകുന്നതാണ്. അത്ര മഹാനായ മനുഷ്യനാണ് സയ്യിദ് അലവി അൽ മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുന്ന 4 മഹത്വങ്ങൾ മാത്രം ഞാനിന്ന് പറയാം. ഒരുപാട് മഹത്വങ്ങൾ ഈ സ്വലാത്തിനുണ്ട്. അദ്ദേഹം തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. 4 മാത്രം പറയട്ടെ. ഒന്നാമത്തെ മഹത്വം എന്താണ്? ഈ സ്വലാത്തുൽ ഫാത്തിഹ 1 തവണ ഓതിയാൽ 10,000 സ്വലാത്ത് അള്ളാഹു നിങ്ങൾക്ക് നൽകും. 1-ന് 10 സ്വലാത്തിനെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹിന് 1-ന് 10,000 നൽകും. അദ്ദേഹമൊക്കെ അത് പറയുന്നത് മുത്തുനബിയിൽ നിന്ന് അറിവ് കിട്ടിയിട്ട് തന്നെ ആയിരിക്കണം.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളാ ഇഖ്ലാസിലും ചൊല്ലി നോക്കി, പ്രത്യേകിച്ച് ഇന്നത്തെ രാവും പകലും ഒക്കെ. യാ അല്ലാഹ്, അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. രണ്ടാമത്തേത് വമൻ സ്വല്ല ബിഹ ആമിന മിൻ അദാബിന്നാർ. ഇത് പതിവാക്കുന്നൊരു മനുഷ്യൻ, അവന് നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു കാവൽ കൊടുക്കും. ഡെയിലി നിങ്ങളൊരു എണ്ണം വെച്ചിട്ട് അങ്ങ് പതിവാക്കിക്കോ. ഡെയിലി ഒരാൾക്ക് 3 സ്വലാത്തുൽ ഫാത്തിഹ പറ്റുന്നുള്ളൂ. ഡെയിലി അത് പതിവാക്കിക്കോ. അള്ളാഹ്ക്ക് ഡെയിലി ചൊല്ലുന്ന ആ എണ്ണത്തിനോടാണ് ഇഷ്ടം. നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു കാവൽ നൽകും അത്രേ. മൂന്നാമത്തേത് വമൻ സ്വല്ല ബിഹ ഫിൽ യൗമി മിഅത്ത മറ. ഒരാൾ ഡെയിലി 100 തവണ ചൊല്ലി എന്ന് വെക്കാം. ഒരാൾ ഡെയിലി 100 തവണ ചൊല്ലി, അവനെന്ത് സംഭവിക്കും? ഖൽബിലെ മറകളെ അള്ളാഹ് നീക്കി കൊടുക്കും. ഇപ്പം നെഫ്സ് അമ്മാറയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ അമ്മാറയിൽ നിന്ന് ഉയരാൻ പറ്റണമെങ്കിൽ ഈ മറകൾ നീങ്ങണം. എങ്ങനെ നീക്കും? നമ്മൾ നന്മ ചിന്തിക്കുന്നതോടൊപ്പം സ്വലാത്തുൽ ഫാത്തിഹ പതിവാക്കിക്കോ. ഡെയിലി 100 തവണ ചൊല്ലിയാൽ ഖൽബിലെ മറകളെ അള്ളാഹു നീക്കിത്തരും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നാലാമത്തേത് വമൻ സ്വല്ല ബിഹ അൽഫ മറ. ഒരാൾ 1000 തവണ പതിവാക്കിയാൽ, എപ്പോൾ? ലൈലത്തുൽ ഖമീസ്, വ്യാഴാഴ്ച രാത്രി, അവിൽ ജുമുഅ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ്, അതായത് ഇന്നത്തെ രാവ്, അവിൽ ഇസ്നൈനി അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവ്. ഈ പറയുന്ന 3 രാവുകളിൽ ഏതെങ്കിലുമൊക്കെ ഒരു രാവ് നിങ്ങൾ 1000 സ്വലാത്ത് പതിവാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇജ്തമഅ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിങ്ങളെ അള്ളാഹു ഒരുമിച്ച് ചേർക്കും. യാ അല്ലാഹ്. അതിനൊരുപാട് വിവക്ഷയുണ്ട് കേട്ടോ. ഒന്ന് സ്വപ്നത്തിൽ മുത്തുനബിയെ കാണുന്നതാണ്, ചില മഹാന്മാർ പറഞ്ഞു നേരിട്ട് തന്നെ കാണുന്നതാണ്, ചിലർ പറഞ്ഞു ഖബറിൽ കാണുന്നതാണ്, ചിലർ പറഞ്ഞു നാളെ മഹ്ശറയിൽ ഒരുമിപ്പിക്കുന്നതാണ്. ഏതായാലും നമുക്ക് ബാക്കിയാണ്. 1000 ഒക്കെ ചൊല്ലാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ഈമാനുള്ളവർ, ഇഖ്ലാസ് ഉള്ളവർ, അള്ളാഹു തൗഫീക്ക് ചെയ്തവർക്കൊക്കെ ചൊല്ലാൻ പറ്റുമോ? ചൊല്ലിയാൽ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് ഇരട്ടി മധുരമാണ്. കാരണം വെള്ളിയാഴ്ച രാവും കൂടിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ നേരിട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് ആ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോൾ, പ്രത്യേകിച്ച് നബിജന്മ രാവും കൂടെ ആകുമ്പോൾ വല്ലാത്ത മഹത്വമാണ്. അപ്പോൾ നഷ്ടപ്പെടുത്തി കളയാതെ പരിപൂർണ്ണമായിട്ട് ചൊല്ലാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ചില മഹാന്മാർ പറഞ്ഞിട്ട് ഒന്നാമത്തെ ഒരു മഹത്വമായിട്ട് അവർ പറയുന്നത് ദുഷിച്ച സ്വഭാവങ്ങൾ മാറിക്കിട്ടും എന്നാണ്. ചിലർക്ക് കള്ളുകൂടി നിർത്തണമെന്നുണ്ട്, ചിലർക്ക് അനാവശ്യ ദേഷ്യം, തെറി പറയുക, വായിൽ നിന്ന് വൃത്തികേട് വരിക, ഇതൊക്കെ മാറ്റണം എന്നുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹ ഒരെണ്ണം വെച്ചങ്ങ് പതിവാക്കിക്കോ, അതിങ്ങനെ മാറി നമ്മൾ നന്നാവും. മറ്റൊരു മഹത്വം, നമുക്ക് ഇതിങ്ങനെ പതിവാക്കുന്നവർക്ക് ഖബറിൽ കാവലാണ് ഈ സ്വലാത്ത് എന്നാണ്. ഖബറിൽ പോയി സുഖമായിട്ട് കിടക്കാൻ പറ്റും. വീണ്ടും പറയുന്നത് കാണാം, ദാരിദ്ര്യത്തിൽ നിന്ന് കാവലാണ്. ദാരിദ്ര്യം കൊണ്ട് വീർപ്പ് മുട്ടുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. ഈ സ്വലാത്തുൽ ഫാത്തിഹ പതിവാക്കിക്കോ, അള്ളാഹു കാവൽ തരും. മറ്റൊന്ന്, റിസ്ക് വിശാലമാകും. നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ സ്ഥാപനം, ഭക്ഷണം, വസ്ത്രം, വീട്, ഇതൊക്കെ അള്ളാഹ് വിശാലാക്കി തരും. ഒന്നിനും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടി വരില്ല. സ്വലാത്തുൽ ഫാത്തിഹ പതിവാക്കുക. മഹാന്മാരായ ചില ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ഇപ്പോൾ അലവി മാലിക്കി തങ്ങൾ 1-ന് 10,000 സ്വലാത്താണ് ഫലം എന്ന് പറഞ്ഞപ്പോൾ ചില മഹാന്മാർ പറഞ്ഞത് 1 തവണ ചൊല്ലിയാൽ 6 ലക്ഷം സ്വലാത്തിൻ്റെ ഫലം 1 തവണ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ കിട്ടും എന്നുള്ളതാണ്. സുബ്ഹാനക യാ റബ്ബ്. ഇനി 40 ദിവസം ഒരാൾ തുടർച്ചയായിട്ട് സ്വലാത്തുൽ ഫാത്തിഹ ചെയ്താൽ അവൻ്റെ തൗബ അള്ളാഹ് സ്വീകരിക്കുന്നതാണ്. അതായത് അവന് തൗബയാണത്, വേറെ ഒന്നും തൗബക്ക് ചെയ്യേണ്ട. അവൻ്റെ പാപങ്ങൾ പോലും അള്ളാഹ് പുറത്തു കൊടുക്കാൻ മാത്രം അടിപൊളിയാണ് ഈ സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. എന്താ ഇത്ര മഹത്വത്തിന് കാരണം? മഹാനായ മുഹമ്മദുൽ ബക്കരി റളിയല്ലാഹു അൻഹു 60 കൊല്ലം അള്ളാഹിനോട് ഇതായിരുന്നു, പടച്ചോനെ എനിക്ക് ഒരു രഹസ്യം നിറഞ്ഞ അതിവിശിഷ്ടമായൊരു സ്വലാത്ത് എനിക്ക് അറിയിച്ചു തരണേ എന്നാണ്. 60 കൊല്ലം അങ്ങനെ പടച്ചോൻ അറിയിച്ചു കൊടുത്ത സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. അപ്പോൾ അതിൻ്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വലിയ അത്ഭുതമായിരിക്കും ആ സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറയണത്, ഇല്ലേ? മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ വലിയ നേതാവല്ലേ ആയിരുന്നു, മഹാനായ വലിയ മഹാനാണ്. പുത്തൻവാദികളുടെ മുമ്പിലൊക്കെ ധൈര്യസമേതം നിന്ന മഹാനായ പണ്ഡിതൻ പാങ്ങിൽ അഹമ്മദ് കുട്ടി ഉസ്താദ്. അപ്പോൾ മഹാനവർകൾ ഇശാ നിസ്കരിക്കാൻ പോകുമ്പോൾ ഒരാളെയും കൊണ്ട് വരുന്നത് അദ്ദേഹത്തിന് പാമ്പ് കടിയേറ്റു. മഹാനവർകൾ വേഗം പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവന്നു. അതിലേക്ക് സ്വലാത്തുൽ ഫാത്തിഹൂദി മന്ത്രിച്ചിട്ട് ആ വെള്ളം പതിയെ ഈ മനുഷ്യന് ഇങ്ങനെ കുടിക്കാൻ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ഇശാംസ്കരിച്ചു. ഇശാംസ്കാരം കഴിഞ്ഞ് എണീറ്റപ്പോൾ അതാ നേരത്തെ പാമ്പ് കടിയേറ്റ് വിഷം തീണ്ടിയ മനുഷ്യൻ സുഖമായിട്ട് എണീറ്റ് നിൽക്കുകയാണ്. സ്വലാത്തുൽ ഫാത്തിഹ അള്ളാൻ്റെ ഔലിയാക്കൾ പതിവാക്കിയ സ്വലാത്താണ്. ഒരു തവണ നമുക്കൊന്ന് ചൊല്ലാം. എല്ലാ സ്ക്രീനിലേക്കൊന്ന് നോക്കിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഒരിക്കൽ കൂടെ, اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم.
അള്ളാഹു കബൂൽ ചെയ്യട്ടെ. 2 വരി ബൈത്ത് ഒന്ന് ചൊല്ലിക്കാൻ മനസ്സറിഞ്ഞ്. ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വർഗം ചോദിച്ച സ്വഹാബി ആരാണ്? ആരത്? മഹാനായ സയ്യിദുന റബീഅ റളിയല്ലാഹു അൻഹു ആണ്. എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നബിയെ എനിക്ക് അങ്ങയുടെ കൂടെ ഒരു സ്ഥാനം മതി, സ്വർഗം വേണമെന്നൊന്നുമല്ല. ശരിക്കും അങ്ങനെയല്ലത്. സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഒരു സ്ഥാനം, സ്വർഗമല്ല അവർക്ക് വലിയ കാര്യം, മുത്ത് നബിയാണ്. അവിടെയും വന്ന് മുത്തുനബിക്ക് സേവനം ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നാണ് സയ്യിദുന റബീഅ റളിയല്ലാഹു അൻഹു. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യമുണ്ട്. 1000 രൂപ സമ്മാനത്തിനായി മദീനയിലേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ അൻസാറുകൾ പാടിയ ആ മൗലിദ്, ആ ബൈത്തിൻ്റെ തുടക്കം എന്താണ്? ഏതാണ് ആ ബൈത്ത്? എല്ലാവരും കമൻറ്റ് ചെയ്യൽ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഹായിവാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. മുത്ത് റസൂലുള്ളാഹിൻ്റെ തിരുനോട്ടം നൽകണേ അല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാ. ഞങ്ങൾ നടത്താനിരിക്കുന്ന മജ്ലിസുകളിലെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങൾ ചൊല്ലി ഹദിയ ചെയ്യാനിരിക്കുന്ന സ്വലാത്തുകളിലെല്ലാം മുത്തുനബിയുടെ സന്തോഷം തരണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ ഹബീബിൻ്റെ കാവലേകണേ അല്ലാ. മക്കളെ ഇണകളെ നന്നാക്കണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ. എല്ലാവിധ പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും ഉന്നത വിജയം നൽകണേ അല്ലാ. കച്ചവടങ്ങൾ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണേ അല്ലാ. പടച്ചവനെ കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. പ്രവാസികളുണ്ട് ബറക്കത്ത് ചെയ്യണേ അല്ലാ. സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണേ അല്ലാ. പടച്ചവനെ ഗർഭിണികൾക്ക് സുഖപ്രസവത്തിലൂടെ സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, ഞങ്ങളുടെ മനസ്സിൽ ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാം ഖബറിടം നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. ഈ സദസ്സ് കൊണ്ട് സന്തോഷിപ്പിക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ. ഒരുപാട് പ്രായം ചെന്ന ഉപ്പമാർ, ഉമ്മമാർ, അതുപോലെ കുടുംബസമേതം സ്വബാഹുൽ ഖൈർ കാണുന്നവർ, യാ റബ്ബന ഈ സ്വബാഹുൽ ഖൈർ വീക്ഷിക്കുന്ന വീടുകളിലെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. സന്തോഷത്തിൻ്റെ കേന്ദ്രങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണം
സ്വീകരിക്കണേ അല്ലാ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.